ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ വെണ്ടയ്ക്ക കറിയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചേരുവകൾ നോക്കാം. ആദ്യം തന്നെ വെണ്ടയ്ക്ക ഞാനൊരു 7-8 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള അരിഞ്ഞത്, തക്കാളി, തേങ്ങ, പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ടതാണ്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവ, പിന്നെ കറിവേപ്പില. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പശയും വെണ്ടയ്ക്കയിൽ ഒരു പശ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റിയിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ആ വെണ്ടയ്ക്ക വഴഞ്ഞ് വന്നതിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് അതേ ചട്ടിയിൽ തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് അതിന് ശേഷം ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവയും പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് സവാള ചേർക്കാം. സവാള ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മൾ മസാല ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, മുളക് പൊടി 1.5 ടേബിൾ സ്പൂണ്, അതേപോലെ തന്നെ മല്ലിപ്പൊടി 1.5 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർക്കാവുന്നതാണ്. അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് വഴറ്റി വെച്ച വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്കൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മസാലയും വെണ്ടയ്ക്ക എല്ലാതും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വരണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയും മസാലയൊക്കെ കൂടി നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുളിയുള്ള തക്കാളിയാണ് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പുളി എടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. അതിന് മുന്നായിട്ട് നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായി തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പുളി ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ അരപ്പൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ജാറിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ തേങ്ങയിലോട്ട് ഒരു ചെറിയുള്ളി, പിന്നെ കുറച്ച് ജീരകം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഓക്കെ, നമ്മുടെ തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് നമ്മുടെ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങ അരച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കറി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവസാനം കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില ഇട്ട് തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ വളരെ സ്വാദിഷ്ടമായ വെണ്ടയ്ക്കക്കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്